ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അവസാനം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഈ ഫാൻ കറങ്ങുന്നില്ല. അല്ലെ, ഈ ഫാൻ കറങ്ങുന്നില്ല എന്നിങ്ങനെ പറയാം. കറങ്ങുക എന്നുള്ളതിന് നമുക്ക് സ്പിൻ എന്ന് യൂസ് ചെയ്യാം. അപ്പൊ കറങ്ങുന്നില്ല എന്ന് പറയുമ്പം ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണല്ലോ. ദിസ് ഫാൻ ഈസിന്റ് സ്പിന്നിങ്. ദിസ് ഫാൻ ഈസിന്റ് സ്പിന്നിങ്. ഈ സാറാൻ വരുമ്പം സ്പിന്നിങ് ING ഫോമിൽ വരും. അപ്പോൾ ദിസ് ഫാൻ ഈസിന്റ് സ്പിന്നിങ്. ഈ ഫാൻ കറങ്ങുന്നില്ല. ഈ കുപ്പി തുറക്കാൻ കഴിയുന്നില്ല. അല്ലേ, ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ട് പറയാണ് ഈ കുപ്പി തുറക്കാൻ കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്നാണ്. സോ ഐ കാണ്ട് ഓപ്പൺ ദിസ് ബോട്ടിൽ. ഐ കാണ്ട് ഓപ്പൺ ദിസ് ബോട്ടിൽ. ഈ ബോട്ടിൽ തുറക്കാൻ കഴിയുന്നില്ല. ഈ വാതിലടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ വാതിലടക്കാൻ കഴിയുന്നില്ല. ഐ കാണ്ട് ക്ലോസ് ദിസ് ഡോർ. ഐ കാണ്ട് ക്ലോസ് ദിസ് ഡോർ. ഈ ഡോർ അടയ്ക്കാൻ കഴിയുന്നില്ല. ഈ ഗ്യാസ് കത്തുന്നില്ല എന്നെങ്ങനെ പറയാം? ഈ ഗ്യാസ് കത്തുന്നില്ല. ദിസ് ഗ്യാസ് സ്റ്റൗ ഈസ് ഇൻ ദി ലൈറ്റിംഗ്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുക അല്ലെ, ലൈറ്റ് കത്തുക എന്നാണ്. അപ്പോൾ കത്തുന്നില്ല എന്ന് ഓൺ ദി സ്പോട്ടിൽ പറയുമ്പോൾ ദിസ് ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ ദിസ് ഗ്യാസ് ഈസ് ഇൻ ദി ലൈറ്റിംഗ്. ഓക്കെ. ഈ കത്തി മൂർച്ചയില്ല നമ്മൾ പറയാറുണ്ടല്ലോ. ഈ കത്തി മൂർച്ചയില്ല. എങ്ങനെ മൂർച്ചയില്ല എന്ന് പറയാം? ദിസ് നൈഫ് ഈസിന്റ് ഷാർപ്പ്. ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച എന്നാണ്. ഈസിന്റ് ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ചയില്ല എന്നാണ്. എന്തിനാ മൂർച്ചയില്ലാത്ത? ദിസ് നൈഫ്. ദിസ് നൈഫ് ഈസിന്റ് ഷാർപ്പ്. ഈ കത്തി മൂർച്ചയില്ല. എന്റെ വാച്ചിൽ സമയം ശരിയല്ല. എന്റെ വാച്ചിലെ സമയം ശരിയല്ല. മൈ വാച്ച് ഈസിന്റ് ഷോയിങ് ദ കറക്റ്റ് ടൈം. മൈ വാച്ച് ഈസിന്റ് ഷോയിങ് ദ കറക്റ്റ് ടൈം. എന്റെ വാച്ചില് സമയം കറക്റ്റ് അല്ല. ഓക്കെ. ഈ ക്ലോക്കിൽ ബാറ്ററി ഇല്ല എന്നിങ്ങനെ പറയാ? ഈ ക്ലോക്കിൽ ബാറ്ററി ഇല്ല. ദർ ഇസ് നോ ബാറ്ററി ഇൻ ദിസ് ക്ലോക്ക്. ദർ ഇസ് നോ ബാറ്ററി ഇൻ ദിസ് ക്ലോക്ക്. എന്റെ ഫോൺ ഇന്നലെ കേടായി പറയാറുണ്ടല്ലോ. എന്റെ ഫോൺ ഇന്നലെ കേടായി. മൈ ഫോൺ ബ്രോക്ക് യെസ്റ്റർഡേ. ബ്രോക്ക് അല്ലെ, കേടായി. മൈ ഫോൺ ബ്രോക്ക് യെസ്റ്റർഡേ. ഈ അടുക്കള വൃത്തിയില്ല. ഈ അടുക്കള വൃത്തിയില്ല. ഈ സിറ്റ് ഔട്ട് വൃത്തിയില്ല. ഈ റൂം വൃത്തിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ അടുക്കള വൃത്തിയില്ല. ദിസ് കിച്ചൺ ഈസിന്റ് ക്ലീൻ. ദിസ് കിച്ചൺ ഈസിന്റ് ക്ലീൻ. ഇത് റൂം ആണെങ്കിൽ നമുക്ക് ദിസ് റൂം ഈസിന്റ് ക്ലീൻ എന്ന് പറയാട്ടോ. ഇങ്ങനെ മാറ്റി മാറ്റി സെന്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക. ദിസ് കിച്ചൺ ഈസിന്റ് ക്ലീൻ. ഈ അടുക്കള വൃത്തിയില്ല. എന്റെ റൂമിൽ ആരുമില്ല. എന്റെ റൂമിൽ ആരുമില്ല. എങ്ങനെ പറയാ? there is no one in my room. no one, ആരുമില്ല അല്ലെ. there is no one in my room. ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ദൂരമില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ദൂരമില്ല. it's not far from here to there. it's not far from here to there. ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം ദൂരമില്ല. അവർ പറയുന്നത് ശരിയല്ല. അവർ പറയുന്നത് ശരിയല്ല. what they are saying isn't true. what they are saying isn't true. അവർ പറയുന്നത് ശരിയല്ല. അവന് വിശ്വസിക്കാൻ പറ്റില്ല പറയാറുണ്ടല്ലോ. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ പറയാ? he can't be trusted. he can't be trusted. അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ടല്ലോ. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. what all has she said. what all has she said. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഞാൻ ഇപ്പോൾ വീട്ടിലില്ല. ഞാനിപ്പോൾ വീട്ടിലില്ല. ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഐ എം നോട്ട് അറ്റ് ഹോം നൗ. ഞാനിപ്പോൾ വീട്ടിലില്ല. അവനിപ്പോൾ വരില്ല. അവനിപ്പോൾ വരില്ല. ഹെ വോണ്ട് കം നൗ. ഹെ വോണ്ട് കം നൗ. അവനിപ്പോൾ വരില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എങ്ങനെ പറയാ? ഐ കാണ്ട് റീച്ച് ഹെർ ബൈ ഫോൺ. ഐ കാണ്ട് റീച്ച് ഹെർ ബൈ ഫോൺ. ഇവിടുത്തെ റീച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല, എത്തുന്നില്ല, ആ ഒരു മീനിങ്ങിലാട്ടോ വരുന്നത്. ഐ കാണ്ട് റീച്ച് ഹെർ ബൈ ഫോൺ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഷീ ഈസിന്റ് ആൻസറിങ് മൈ കോൾസ് എന്ന് പറയാം. ഷീ ഈസിന്റ് ആൻസറിങ് മൈ കോൾസ്. ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാട്ടോ. ഓക്കെ. അവൾ ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും. അവൾ ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും. ഷീ മസ്റ്റ് ബി ഇൻ ക്ലാസ് നൗ.
ഷീ മസ്റ്റ് ബി ഇൻ ക്ലാസ് നൗ. അവൾ ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും. ഇനി നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, ഉറപ്പാണെങ്കിൽ മസ്റ്റ് ബി യൂസ് ചെയ്യാം. നമുക്ക് ഉറപ്പില്ലാതെ നമ്മൾ ഡൗട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഷീ മേ ബി ഇൻ ക്ലാസ് നൗ എന്ന് പറയാട്ടോ. ഓക്കെ, ഞാൻ അവനെ കുറേ വിളിച്ചു, ഞാൻ അവനെ ഒരുപാട് തവണ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ കുറേ വിളിച്ചു എന്ന് പറയാറുണ്ടല്ലോ. ഐ കോൾഡ് ഹിം മെനി ടൈംസ്. ഒരുപാട് അല്ലെങ്കിൽ പല തവണ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മെനി ടൈംസ്. ഐ കോൾഡ് ഹിം മെനി ടൈംസ്. ഞാൻ അവനെ ഒരുപാട് വിളിച്ചു. അവർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും. അവർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും. ഇത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ദേ മസ്റ്റ് ബി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നൗ. ദേ മസ്റ്റ് ബി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നൗ നമുക്ക് ഉറപ്പാണെങ്കിൽ. അല്ലെങ്കിലോ ദേ മേ ബി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ നൗ. ഇങ്ങനെയാണ് മേ ബിയും മസ്റ്റ് ബിയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ, നമുക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ അവിടെ മസ്റ്റ് ബി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇനി നമ്മൾ ഡൗട്ട് വെച്ചിട്ട് നമ്മളൊരു സംശയം വെച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് മേ ബി, അല്ലേ, ചിലപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ മേ ബി യൂസ് ചെയ്ത് പറയാം കേട്ടോ. അവർ ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യമാണ്, അല്ലെ. അവർ ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ദേ ഹാവ് ബോർഡഡ് ദ ട്രെയിൻ ബൈ നൗ. ദേ ഹാവ് ബോർഡഡ്, ബോർഡഡ് എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ്. ദേ ഹാവ് ബോർഡഡ് ദ ട്രെയിൻ ബൈ നൗ. അവർ ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് അറ്റ് എ ഹോട്ടൽ. വി ആർ ഈറ്റിംഗ് അറ്റ് എ ഹോട്ടൽ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണ്. അവൻ കൈ കഴുകാൻ മറന്നു. അവൻ കൈ കഴുകാൻ മറന്നു. He forgot to wash his hands. He forgot to wash his hands. അവൻ അവന്റെ കൈ കഴുകാൻ മറന്നു. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാട്ടോ. ആ ഹോട്ടൽ വൃത്തിയില്ല. ആ ഹോട്ടൽ വൃത്തിയില്ല. That hotel dash clean. That hotel dash clean. ഓപ്ഷൻസ് isn't, aren't, amn't ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഹോട്ടൽ വൃത്തിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാറ്റ് ഹോട്ടൽ, അല്ലേ, ആ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു ഹോട്ടലാണല്ലോ. അപ്പം ദാറ്റ് ഹോട്ടൽ ഡേഷ് ക്ലീൻ, ഈസിന്റെ, ആമിന്റെ, ആൻഡ് ഏതാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് എടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ വെർബ്, നിങ്ങൾക്ക് തരത്തിലുള്ള വെർബ് എല്ലാ ഫോമും പഠിക്കണമെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അവിടെ വെർബ് മാത്രമായിട്ട് എല്ലാ ഫോമും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടിട്ട് വെർബ് പഠിക്കുക. വെർബ് നമ്മുടെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും മസ്റ്റ് ആണ്. വെർബിന്റെ ഓരോ ഫോമും ഓരോ വിധത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് വേറെ രീതിയിലാണ് വെർബ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യത്തിലാണെങ്കിൽ വെർബിന്റെ നിയമം എന്താണ്? വെർബ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിൽ വേറെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ വെർബുകളുടെ എല്ലാ ഫോമും പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് വെർബ് മാത്രം നമ്മൾ നമ്മുടെ പുതിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് ആ ഒരു ചാനലിൽ പോയിട്ട് എല്ലാ വെർബുകളും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.